അൻവറിൻ്റെ കാര്യം. അപ്പോൾ അരുൺ കുറേ കാലമായിട്ട് അൻവറിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം അൻവറിനെ കണ്ടപ്പോൾ അപ്പോൾ അൻവറിനോട് പറഞ്ഞു, അല്ല നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ലല്ലോ, അതിൽ അപ്പുറം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് അത് നിങ്ങൾ വിചാരിച്ച പോലെ ആവില്ല, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നാണ്. എന്താണ് തോന്നുന്നത്, അൻവർ വോട്ട് പിടിക്കുമോ? ഞാൻ ജയിക്കുമെന്നും ചോദിക്കില്ല, അൻവർ പറയുന്നത് അദ്ദേഹം ജയിക്കുമെന്നാണ്. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നാണ് അരുണിൻ്റെ അനുമാനം? അത് ഞാൻ പറയാം അഭിലാഷ് ചേട്ടാ. ആദ്യം തന്നെ അൻവറിന് ഇവിടെ സ്വാധീനമുണ്ടോ, അൻവറിന് അത്തരത്തിലൊരു പ്രഭാവം ഉണ്ടോ, അത്തരത്തിലൊരു സംശയമാണ് അഭിലാഷ് ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ വന്ന നമ്മുടെ മറ്റു പ്രതിനിധികളൊക്കെ ചോദിച്ചത്. അത് യാഥാർത്ഥ്യമാണ്. കാരണം അൻവർ അത്തരത്തിലൊരു രാഷ്ട്രീയ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി, ഒരു പക്വതയില്ലാത്ത പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ വനംവകുപ്പ് പോലുള്ള വകുപ്പുകൾ ആവശ്യപ്പെടുന്നു, അതിലൊക്കെ ഒരു അവമതിപ്പ് ഉണ്ടാക്കി. അതെ അതെ, ഞാൻ കാണുന്നത് അൻവറിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റാണ്. നോക്കൂ, 2011 ഏറനാടിൽ, 2014 വയനാട്, ഇവിടെ അന്നൊന്നും PV അൻവർ എന്നൊരു പേര് ഒരു പ്രോമിനന്റ് ഫിഗർ അല്ല. പക്ഷേ അൻവർ അവിടെ പിടിക്കുന്നത് 30,000-ന് മുകളിൽ വോട്ട്, 2ാം സ്ഥാനത്ത് വരുന്നു. 2014 അത്തരത്തിൽ വലിയൊരു വോട്ട് അൻവറിന് പിടിക്കാൻ കഴിയുന്നു. 2014 21 LDF പിന്തുണയോടെ മത്സരിക്കുമ്പോഴും അൻവർ ഫാക്ടർ അവിടെയുണ്ട്. 2021 ഏറ്റവും ജനകീയനായ നേതാവ് VV പ്രകാശിനെ 2700 വോട്ടിന് മറികടക്കാൻ സാധിക്കും. VV അൻവർ ഫാക്ടർ തന്നെയാണ്. അൻവറിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കാണ് അത്. ഇപ്പോൾ തന്നെ LDF-നിടയിലും UDF-നിടയിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അത്തരത്തിൽ അൻവറിന് വോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ കളി മാറും. അതെ, കളി മാറുമെന്ന് ഉറപ്പാണ്. എൻ്റെ ഒരു ടേക്ക്, അൻവർ ആയിരിക്കും ഡിസൈഡർ. അത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരാണ് വിജയിക്കുന്നതിലും ഒരു 13,000 മുതൽ 15,000 അതിന് മുകളിലേക്ക് 13,000-ന് മുകളിലേക്ക് PV അൻവർ പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. തീർച്ചയായും അരുൺ പറയുന്നത് ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് അൻവർ വരുമെന്നാണ് കാത്തിരിക്കുക.